കഴിഞ്ഞ നാളുകളിൽ ഒരുപാട് നാടകങ്ങൾ മുനമ്പത്ത് കണ്ടു, ഇന്ത്യ ആസകലം കണ്ടു. ഒരു പിടിച്ചുപറിയുടെ മുഖം പോലെ, പിടിച്ചുപറിക്കാരൻ്റെ അഴിഞ്ഞാട്ടം പോലെ വഖഫ് ഇന്ത്യയിലുടനീളം അഴിഞ്ഞാടിയപ്പോൾ ഒരുപാട് കണ്ണുനീർ തുള്ളികളാണ് നമ്മുടെ മാതൃരാജ്യത്ത് അടർന്നു വീണത്. സർക്കാരുകൾ വഖഫിന് അനുകൂലമായി നിന്നപ്പോൾ, വഖഫ് സർക്കാരുകളെ സ്വാധീനിച്ച് മറ്റുള്ളവന്റെ കൈകളിലിരുന്ന ഭൂമികളടക്കം തട്ടിയെടുത്തപ്പോൾ ഇന്ത്യ മഹാരാജ്യം കണ്ടത് ഒരു വലിയ കൊള്ളയുടെ മുഖമായിരുന്നു. ചരിത്രത്തിൽ ഒരിക്കൽ പോലും അവശേഷിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഇന്ത്യ മഹാരാജ്യം കണ്ട ആ കൊള്ളയ്ക്ക് ഇന്ത്യയുടെ പാർലമെന്റ് തടയിടുമ്പോൾ മുനമ്പം ജനതയുടെ ആശ്വാസം എത്രത്തോളമാണ്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് അത് നൽകുന്ന ആശ്വാസം എത്രത്തോളം ആണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മുനമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് ഭൂമികൾ ഇന്ത്യയിലുടനീളം വിവിധ ജനങ്ങളിൽ നിന്നും ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ആസ്തികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് ഈ ചർച്ച നടത്തുമ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഫാദർ സജി വട്ടുകളത്തിൽ, സാമൂഹ്യ നിരീക്ഷകൻ, സിജി ജിൻസൺ, മുനമ്പം സമരസമിതി, അതുപോലെ ശ്രീ സ്റ്റാലിൻ ദേവൻ, റിട്ടയേർഡ് അണ്ടർ സെക്രട്ടറി. 3 ആളുകളെയും നമ്മൾ സുപരിചിതരായ വ്യക്തികളാണ്. 3 പേരും വഖഫ് വിഷയങ്ങൾ വളരെ നാളുകളായി കേരള സമൂഹത്തിന് മുമ്പിൽ അതിൻ്റെ കൃത്യമായ അടിസ്ഥാനത്തിൽ അനാവരണം ചെയ്യുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് 3 പേർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ശ്രീ സ്റ്റാലിൻ ദേവൻ, നമുക്കറിയാം മുനമ്പത്തെ ഭൂമിയുടെ ആ ഒരു ക്ലെയിമിന്റെ അടിസ്ഥാനം, അത് വെച്ച് നമ്മൾ എങ്ങനെ ഇത് ഉണ്ടായി, എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതൊക്കെ ഒരുപാട് ചർച്ചകൾ ചെയ്തതാണ്. നിയമത്തിന്റെ അടിസ്ഥാനങ്ങളെല്ലാം ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഈ JPC-യുടെ കാര്യം തന്നെ എടുക്കുക. JPC-യിലേക്ക് എത്തിയപ്പോൾ ആരാണോ മുനമ്പത്തിന് വിഘാതമായി നിന്നത് അതേ വ്യക്തികൾ അവിടെ കളിച്ച നാടകങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ബംഗാളിൽ നിന്നുള്ള MP അവിടെ കളിച്ച നാടകങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ JPC നിയമം പാസാക്കി അത് അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിച്ച് ഇനി പാർലമെന്റിലേക്ക് എത്തിക്കുകയാണ്. എങ്ങനെയായിരിക്കും ഇതിന് മുനമ്പത്തെ ജനതയ്ക്ക് ആശ്വാസം നൽകുക? എങ്ങനെയായിരിക്കും ഇത് ഇന്ത്യയുടെ ഒരു ഭൂപടത്തിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതായിരിക്കും? തീർച്ചയായിട്ടും ഈ JPC ഇത് അപ്രൂവ് ചെയ്തു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ പല വാർത്തകളും വരുന്നതായി ഞാൻ കണ്ടു. അതായത് ഇതിന് മുൻകാല പ്രാബല്യം ഉണ്ട് എന്നുള്ളത്. ഞാൻ എന്തായാലും ഒരിടത്തും എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു കാര്യം പതിഞ്ഞിട്ടില്ല. കാരണം അതിന്റെ ഫൈനൽ റിപ്പോർട്ട് ഇതുവരെയും വെളിയിൽ വന്നിട്ടു. നാം മനസ്സിലാക്കേണ്ടത് ഈ കമൻസ്മെന്റ് ഓഫ് വഖഫ് ആക്ട് ഡീൽ ചെയ്യപ്പെടുന്നത് സെക്ഷൻ 1 അടിയിലാണ്. അവിടെയാണ് പറയുന്നത് ഇത് എങ്ങനെയായിരിക്കും എന്ന് തൊട്ടായിരിക്കും ഇത് നിലവിൽ വരിക എന്നുള്ളത്. ഇപ്പോൾ 2024 വഖഫ് അമെൻമെന്റ് ബില്ലിൽ തന്നെ അതിനൊരു പ്രൊവിഷൻ പറയുന്നു. അതായത് സർക്കാർ ഒരു നോട്ടിഫിക്കേഷനിലൂടെ, ഗസറ്റ് നോട്ടിഫിക്കേഷനിലൂടെ ഏത് ദിവസമാണ് തീരുമാനിക്കുന്നത് ആ ദിവസം മുതലായിരിക്കും ഇത് നിലവിൽ വരിക എന്നുള്ളത് ഈ 44 അമെൻമെന്റുകളിൽ ഒന്നായിരുന്നു. അപ്പോ തീർച്ചയായിട്ടും ഒരു റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഇത് കൊടുക്കാൻ പറ്റത്തില്ല. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പറ്റും. ഈ വഖഫ് ആക്ടിന് വരാൻ പോകുന്ന വഖഫ് ആക്ടിന് അടിയിലുള്ള എല്ലാ സെക്ഷനും ആ ദിവസം മുതൽ കൊണ്ടുവരേണ്ടി. പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരു മുൻകാല പ്രാബല്യത്തിനുള്ള ദിവസം കണ്ടെത്തുക? നമ്മളിപ്പോ മുനമ്പത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവരുടെ വസ്തു വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തത് 2019 മെയ് മാസം 20-ാം തീയതി ആയിരുന്നു. അപ്പോൾ ഇവരെ സംബന്ധിച്ച് അതിന് തൊട്ട് തലേ ദിവസം മുതലെങ്കിലും പ്രാബല്യത്തിൽ വന്നാൽ മാത്രമേ അവർക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും? അതിനേക്കാളും ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർ പറയും പോരാ, ഞങ്ങൾക്ക് 2 വർഷം കൂടെ കൂട്ടിക്കഴിഞ്ഞാലേ ഞങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടൂ. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ആർട്ടിക്കിൾ 14 ആണ്, ആൾ ആർ ഈക്വൽ ബിഫോർ ലോ. അപ്പോ അവരെയും കൂടെ എടുക്കുമ്പോൾ അതിന് പുറകോട്ടുള്ള ആൾക്കാർ ഈ ആവശ്യമായിട്ട് വരും. അതങ്ങനെ 1995 വരെ പോകേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ 20 വർഷം ഏതെങ്കിലുമൊക്കെ കോടതികളിൽ വന്നിട്ട് ഫൈനൽ ആക്കപ്പെട്ട ഒരുപാട് 10,000-കണക്കിന് കേസുകൾ അതൊക്കെ വീണ്ടും പുനർജനിക്കും. അപ്പോ
അങ്ങനെ ഈ വരാൻ പോകുന്ന ആക്ടിന് മൊത്തത്തിൽ ഒരു റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് കിട്ടാനേ പോകുന്നില്ല എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ ഇതൊക്കെ കുറെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് നമ്മൾ കൂടുതൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ റിപ്പോർട്ടിന്റെ അവസാനം വരുമ്പോൾ നമുക്ക് സങ്കടപ്പെടേണ്ടി വരും. അല്ല എന്നുണ്ടെങ്കിൽ, ഈ മൊത്തത്തിലല്ല എങ്കിൽ ഇതിന്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു സെക്ഷന് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മുനമ്പത്തിന് സഹായകരം ആകുമോ എന്നുള്ളതാണ്. അതിന് ഞാൻ അങ്ങനെ വരാൻ പോകുന്നില്ല. എങ്കിൽ തന്നെ ഞാൻ ആലോചിച്ചതെന്ന് വെച്ചാൽ സെക്ഷൻ 40 ഇപ്പോൾ എടുത്ത് കളയുകയാണ്. അപ്പോൾ സെക്ഷൻ 40 എടുത്ത് കളയുന്നത് ഈ മുനമ്പത്തെ വസ്തു വഖഫ് ബോർഡ് ഏറ്റെടുത്തതിന് മുൻപ് തൊട്ടുള്ള ഒരു ദിവസത്തിന് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റോട് കൂടി കൊണ്ടുവരികയാണ് എങ്കിൽ ഈ വഖഫ് ബോർഡ് മുനമ്പത്തെ വസ്തു ക്ലെയിം ചെയ്ത നടപടി തെറ്റായിട്ട് വരും. എങ്കിൽ ഇവർക്ക് രക്ഷപ്പെടും. അപ്പോ എന്റെ കണ്ണില് ഇത് വഖഫ് ആക്ടിന് മൊത്തത്തിലും ഒരു റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് വരാൻ പോകുന്നില്ല. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്ഷന് വേണ്ടിയിട്ട് മാത്രവും ഒരു റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് വരാൻ പോകുന്നില്ല. കാരണം അങ്ങനെ വന്നാൽ പോലും ഒരു ദിവസം തീരുമാനിക്കുക എന്ന് പറയുന്നത് അതികഠിനമായ ഒരു കാര്യമാണ്. പിന്നെ ഇത് വന്നാൽ അവർക്കൊരു ഉപയോഗം ഉണ്ടാകും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ വഖഫ് ട്രൈബ്യൂണലിന്റെ വിധി അന്തിമവും അതിനുശേഷം അതിനൊരു അപ്പീൽ കൊടുക്കാനുള്ള സ്കോപ്പ് ഇല്ലായിരുന്നു. ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് ആ വഖഫ് ആക്ടില്. അപ്പോൾ അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഹൈക്കോടതി വന്നിട്ട് റിവിഷൻ പെറ്റീഷനായിട്ട് കണക്കാക്കി വഖഫ് ആക്ടിന് അനുസരിച്ചിട്ടാണോ ഈ വിധി ഒക്കെ ട്രൈബ്യൂണൽ പറഞ്ഞിരിക്കുന്നത് മാത്രം നോക്കും. അതിന്റെ ഫാക്ട്സിലോട്ട് പോകില്ല. ക്വസ്റ്റ്യൻ ഓഫ് ലോ മാത്രം കൺസിഡർ ചെയ്ത് അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ മിക്കവാറും വഖഫ് ട്രൈബ്യൂണൽ പറഞ്ഞ വിധി തന്നെ ശരിവെക്കുകയാണ് ഹൈക്കോടതികൾ ഇതുവരെ ചെയ്തത്. അപ്പോൾ ഇനി ഈ അമെന്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനും പകരം വഖഫ് ട്രൈബ്യൂണലിൽ ഒരു കേസ് തോറ്റാൽ പോലും നമുക്ക് അപ്പീലിലേക്ക് പോകാൻ സാധിക്കും ഹൈക്കോടതി. അവിടെ ഹൈക്കോടതിക്ക് അപ്പീൽ ആയതുകൊണ്ട് ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പീൽ ആൻഡ് ഈ റിവിഷൻ. അപ്പീലില് കോടതിക്ക് ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട്സും നോക്കാൻ പറ്റും. എന്തായിരുന്നു, ഏതായിരുന്നു, പ്രമാണത്തിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഫാക്ട്സ്, വസ്തുതകളും കൂടി കോടതിക്ക് പരിശോധിക്കാൻ പറ്റും. അപ്പോൾ വന്നിട്ട് നമുക്ക് അവിടെ കേസ് ജയിക്കാനുള്ള സാധ്യതകൾ കൂടുതലും ആയിരിക്കും. പക്ഷേ അവിടെ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു തോറ്റ വിധിയെങ്കിലും ഉണ്ടായിരിക്കണം. നമ്മൾക്കെതിരെ വഖഫ് ട്രൈബ്യൂണൽ ഒരു വിധി പ്രഖ്യാപിച്ചാൽ മാത്രമേ നമുക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റൂ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതൊക്കെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ മാക്സിമം പ്രചാരണം കൊടുക്കണം. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ മുനമ്പത്തെ ആൾക്കാർ വന്നിട്ട് വഖഫ് ട്രൈബ്യൂണലിനെ ഇതുവരെ സമീപിച്ചു. അപ്പോൾ വഖഫ് ട്രൈബ്യൂണൽ ഒരു വിധി പറയുകയാണെങ്കിലും ആ വിധിയിൽ ഈ ആൾക്കാർ ഒരു കക്ഷിയേ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഹൈക്കോടതിയിൽ അപ്പീലുമായിട്ട് പോകാൻ സാധിക്കില്ല. ഇപ്പോഴുള്ള ഫറൂഖ് കോളേജ് മാത്രമാണ് കക്ഷി. അപ്പോൾ ഫറൂഖ് കോളേജിൽ മാത്രമായിരിക്കും ഹൈക്കോടതിയെ അപ്പീലിൽ സമീപിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഫറൂഖ് കോളേജ് അത് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ മുനമ്പക്കാർക്ക് ഒരു അപ്പീൽ കൊടുക്കാനുള്ള സാധ്യത പോലും ഇല്ലാതാകപ്പെടും. അപ്പോൾ വരട്ടെ, ഇപ്പം JPCയുടെ ഫൈനൽ റിപ്പോർട്ട് വന്ന് ഈ പറയും പോലെ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റോട് കൂടി മുനമ്പങ്കാരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. കാരണം എന്റെ ഒരു സ്വപ്നമാണ് രക്ഷപ്പെടണമെന്നുള്ളത്. പക്ഷേ അങ്ങനെ വരാത്ത പക്ഷം നമ്മൾ ട്രൈബ്യൂണലിൽ പോയില്ല എങ്കിൽ നമ്മുടെ മുന്നിലുള്ള എല്ലാ വാതിലുകളും ഭാവിയിൽ അടയ്ക്കും എന്നുള്ള ഒരു പ്രത്യേക കാര്യം ഇവിടെ ഞാൻ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് വ്യക്തമായിട്ട് മുനമ്പങ്കാരെ ഇത് അനുകൂലമായിട്ട് ബാധിക്കുമോ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അഭിപ്രായം പറയണമെങ്കിൽ ഞാൻ ഈ വരാൻ പോകുന്ന ഈ JPCയുടെ ഫൈനൽ റിപ്പോർട്ട് കണ്ടതിന് ശേഷം മാത്രമേ അതിലെനിക്ക് വസ്തുനിഷ്ഠമായിട്ട് ഒരു അഭിപ്രായം പറയാൻ സാധിക്കൂ. ശ്രീമതി സിജി ജിൻസൺ, നമുക്കറിയാം മുനമ്പംകാരുടെ ഒരു വളരെ വലിയ ഒരു സ്വപ്നമായിരുന്നു ഈ പ്രശ്നം എങ്ങനെയെങ്കിലും, കാരണം ഒരു ജീവിത പ്രശ്നമാണത്. കാരണം സ്കൂളിൽ പിള്ളേരെ ഹയർ സ്റ്റഡീസിന് വിടേണ്ട, ഇത് കല്യാണം നടത്തുക, അങ്ങനെ മൊത്തത്തിൽ ഒരു ജീവിത പ്രശ്നമാണിത്. അപ്പോൾ സർക്കാരിൻ്റെ, നമുക്കറിയാം കേരളത്തിലെ സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല. അത് നമ്മുടെ ഹൈക്കോടതിയുടെ പരാമർശത്തിൽ നിന്നൊക്കെ കണ്ടതാണ്. എങ്ങനെയാണ് ഈ JPC ഇപ്പോൾ അത് പാസ്സാക്കി പാർലമെന്റിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം ആശ്വാസകരമാണ് ഇത് എന്നുള്ളതാണ്? മുനമ്പം ജനതയെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റ് സെക്ഷനൊക്കെ ഞങ്ങൾ കൊതിയോടെ കാത്തിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് ഭാഷ അറിയില്ല പാർലമെന്റിൽ സംസാരിക്കുന്ന. പക്ഷേ അതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ജനതയാണ് മുനമ്പം ജനത.
ഇപ്പോൾ കഴിഞ്ഞ ദിവസം JPC പാസ്സാക്കിയ ബിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പകുതി സന്തോഷത്തിലായിരുന്നു. കാരണം ഇതിൽ കുറച്ച് മാറ്റങ്ങൾ, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മളുടെ ഈ ആക്ടിൽ വന്നിരിക്കുന്ന ഭേദഗതി JPC അംഗീകരിച്ചപ്പോൾ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഓരോരുത്തർക്കും അഭിമാനമാണ് തോന്നിയത്. മുനമ്പം ജനതയുടെ കാര്യത്തിൽ ഞങ്ങളോട് വന്നു പറഞ്ഞു പോയ നമ്മുടെ BJP-യുടെ സാരഥികളെല്ലാം പറഞ്ഞിരിക്കുന്നത് മുൻകാല പ്രാബല്യത്തോടെ ആയിരിക്കും ഇത് വരുന്നത് എന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ട് പോയത്. നമ്മുടെ BJP-യുടെ എല്ലാ സാരഥികളും ഞങ്ങളെ കണ്ട് സംസാരിച്ച് പോയത്, അത് JPC മെമ്പർ അടക്കം MP അടക്കം ഞങ്ങളോട് പറഞ്ഞു പോയത് മുൻകാല പ്രാബല്യത്തോടെ ആയിരിക്കും പാർലമെന്റിൽ ഈ ബില്ല് വരിക എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഇങ്ങനെ മുൻകാല പ്രാബല്യത്തോടെ ആയിരിക്കും വരുന്നതെന്ന്. പക്ഷേ പുറത്തുവിട്ട ന്യൂസ് അനുസരിച്ച് ഞങ്ങൾ അറിയുന്നത് മുൻകാല പ്രാബല്യത്തോടെ അല്ല വരുന്നതെന്നാണ് അറിയുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമായി തീരും. മുൻകാല പ്രാബല്യമില്ലെങ്കിൽ തന്നെ മുനമ്പം ഒരു പ്രത്യേക വിഷയമായി പരിഗണിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പരിഗണന ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഫാദർ, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വരുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ ഫാദറിന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഉത്തർപ്രദേശ് നമുക്കറിയാം, എത്രയോ എനിക്ക് തോന്നുന്നത് ഏകദേശം 1,24,732 വഖഫ് എസ്റ്റേറ്റുകളാണ് മുനമ്പത്ത് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ്, അവിടെ ഒരു പ്രശ്നമുണ്ടായി. ഉത്തർപ്രദേശിൽ ഉദയ് പ്രതാപ് കോളേജ്, അതിൻ്റെ അടുത്ത് ഒരു ടൂംബ് മുസ്ലിം പള്ളി വക ഉണ്ട് എന്ന് പറഞ്ഞ ആ കോളേജ് ഏകദേശം 400 ഏക്കർ കണ്ടെന്ന് തോന്നുന്നു. ആ കോളേജ് ക്ലെയിം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് വലിയ പ്രശ്നമാകുന്നു. അത് വലിയ പ്രശ്നമായപ്പോൾ വഖഫ് ബോർഡ് പിറ്റേ ദിവസം തന്നെ കൂടുകയും അത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് പറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് യോഗി ആദിത്യനാഥ് അവിടെ വഖഫ് പ്രോപ്പർട്ടികൾ മൊത്തം സർവേ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. സർവേ ചെയ്തപ്പോൾ ഏകദേശം 14,000-ഓളം ഹെക്ടർ ഭൂമിയുള്ളതിൽ 11,700 ഹെക്ടറോളം ഭൂമിയും വഖഫ് ബോർഡ് അനധികൃതമായി പിടിച്ചെടുത്തതാണ് എന്ന് മനസ്സിലാക്കുന്നു. ഏകദേശം 78%. ഒരു രീതിയിൽ ആക്ഷേപം ഉന്നയിക്കാം ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക്. ആരൊക്കെയാണോ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നത് അവർക്ക് വേണമെങ്കിൽ പറയാം BJP ഭരിക്കുന്ന സംസ്ഥാനം അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം വന്നു എന്നുള്ളത്. പക്ഷേ ഈ 78% നമ്മൾ കംപ്ലീറ്റ് എടുത്തില്ലെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ ഒരു പിടിച്ചുപറിയുടെയും ഒരു അത്തരത്തിലുള്ള ഒരു കടന്നുകയറ്റത്തിൻ്റെയും ഒക്കെ സൂചനകൾ ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്, നമുക്കറിയാം നമ്മുടെ പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും എന്തുകൊണ്ടാണ് ഒരു ക്രിയാത്മകമായ രീതിയിൽ ഇതിനെതിരെ പ്രതികരിക്കാനോ ഒരു അല്പം പോലും നമുക്കറിയാം 140 MLA-മാർ ഒരുമിച്ച് ഇരുന്ന് ഈ പുതിയ നിയമ ഭേദഗതിയെ എതിർക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ ആ രാഷ്ട്രീയ ഭൂമിക എന്താണ് നമ്മളോട് പറയുന്നത്? ഈ വഖഫ് വിഷയത്തിൽ നമ്മൾ എല്ലാവരും അതിശയിക്കുന്ന ഒരു കാര്യം ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളുടെ, പ്രത്യേകിച്ച് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെ നിലപാട് തന്നെയാണ്. ഇപ്പോ അത് നിയമസഭയിലാണേലും ലോക്സഭയിൽ എടുക്കുന്ന നിലപാടാണേലും ഈവൻ മുനമ്പത്തെ പന്തലിൽ പോയി അവര് സംസാരിച്ച് പുറത്തിറങ്ങുമ്പോൾ അവരെടുക്കേണ്ടി വരുന്ന നിലപാടാണേലും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം? ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊക്കെ അതിശയിച്ചു പോയൊരു നിലപാടല്ലേ കോട്ടയം MP എടുത്ത ഒരു നിലപാട്? അദ്ദേഹം സ്നേഹമുള്ള ഫ്രാൻസിസ് ജോർജ് അവിടെ ആളുകളോട് സംസാരിച്ചത് എന്താണ്? വഖഫ് വിഷയം വരുമ്പോ ആ കാര്യത്തിൽ തീർച്ചയായിട്ടും ഈ മുനമ്പം ജനതയ്ക്ക് ഇല്ലെങ്കിൽ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് പീഡനം അനുഭവിക്കുന്ന ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്നും ആ അമെന്റ്മെന്റിൽ അതിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ആൾക്ക് മറിച്ച് പറയേണ്ടി വന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അത് ഒരു ഉട്ടോപ്യൻ ആശയമോ ഇല്ലെങ്കിൽ നമുക്ക് തലയ്ക്ക് മുകളിലുള്ള ഒരു കാര്യമൊന്നുമല്ല. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇവിടെയുള്ള ഈ നിയന്ത്രിക്കുന്ന കരങ്ങൾ ഏതാണ്? ആ കരങ്ങൾ ഏതാണെന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടുത്തെ സാധാരണ ജനത്തിന് അത്യാവശ്യം മനോരമയോ മാതൃഭൂമിയോ ദീപികയോ പോലെയുള്ള പത്രങ്ങളൊക്കെ വായിക്കുന്ന, സാധാരണ അരിയാഹാരം കഴിക്കുന്നവർ എന്നാണ് പറയുക. അപ്പോ ഈ പറയുന്ന ആളുകൾക്കെല്ലാം അറിയുന്ന കാര്യമാണ് ഈ അദൃശ്യ കരങ്ങൾ എന്താണെന്ന്. കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ഭൂപടത്തിൽ പ്രത്യേകിച്ച് ഇപ്പോ ഒരു ഒറ്റ കാര്യം എടുത്താൽ മതി. ഒരു രാഷ്ട്രീയ പാർട്ടിയെ പരാമർശിക്കുകയാണ്. ഇപ്പോ ആ രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകിച്ച് അടുപ്പമോ എതിർപ്പോ ഒന്നും ഉള്ളതുകൊണ്ട് പരാമർശിക്കില്ല. കോൺഗ്രസ് പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, കോൺഗ്രസ് ഇവിടെ എടുക്കുന്ന ഒരു നിലപാട് എന്താ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വഖഫ് വിഷയത്തിൽ നീതിപൂർവമായ ഒരു നിലപാടെടുക്കാൻ പറ്റാത്ത
ദാരുണമായ ഒരു അവസ്ഥയിലേക്ക് ഈ കോൺഗ്രസ് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദിവസങ്ങളിലൊക്കെ അവരുടെ അഭിപ്രായ പ്രകടനങ്ങളോടെ കാണുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശരിയാണ്, ഒരു കാര്യം പറഞ്ഞു, അത് വഖഫ് ഭൂമി അല്ല എന്ന് മുനമ്പത്തെ ജനങ്ങളോട് പോയി പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് UDF അകത്ത് അങ്ങനെ ഒരു നിലപാടെടുക്കാനായിട്ട് പറ്റുന്നില്ല, അത് വഖഫ് ഭൂമി അല്ല എന്ന്. കാരണം ലീഗ് അത് അംഗീകരിച്ചിട്ടില്ല, അത് വഖഫ് ഭൂമി അല്ല എന്ന് ലീഗ് പറഞ്ഞിട്ടില്ല. ശരിയാണ്, ഒരു മതേതരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ ഈ മുനമ്പത്തെ ജനങ്ങളെ ഒരിക്കലും ഇറക്കി വിടരുതെന്ന് അന്നും ഇന്നും എന്നും ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ മുനമ്പത്തെ ജനങ്ങൾ ഇറങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഭൂമിയുടെ നേച്ചർ മാറണം. ഇപ്പൊ അതിനുള്ള ആ നേച്ചർ മാറി നിയമപരമായിട്ടുള്ള പരിരക്ഷ, അത് അവരുടെ സ്വന്തം ഭൂമിയാണെന്നും കരമടയ്ക്കാനുള്ള അവകാശവും ക്രയവിക്രയം ചെയ്യാനുള്ള അവകാശവും ഒക്കെ അവർക്ക് കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിലേക്ക് ആ ഭൂമി തരം മാറ്റപ്പെടണം. അപ്പോ അങ്ങനെ ഒരു കാര്യം വരുന്നത് എപ്പോഴാണ്? ഈ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന് കൃത്യമായിട്ടുള്ള രീതിയിൽ നിയമപരമായിട്ട് മാറ്റപ്പെടുന്ന സമയത്താണ്. അപ്പോ പക്ഷെ ഇവിടുത്തെ ഈ പോയി സംസാരിക്കുന്ന ഏതാനും ആളുകൾ ഈ സമരപ്പന്തലിൽ പറയുന്ന അഭിപ്രായത്തെ അപ്പാടെ മാറ്റി പറയേണ്ടി വരുവാണ് അതിന്റെ പുറത്തേക്ക് വരുമ്പോ, മുന്നണിയിലേക്ക് വരുമ്പോ. എന്തുകൊണ്ടാ? അപ്പോ ഈ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് UDF പോലെയുള്ള ഒരു സംഘടനാ സംവിധാനം ഇവിടെ എടുക്കുന്ന ഒരു നിലപാട്, ഇരയ്ക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുകയും പക്ഷെ വേട്ടക്കാരനൊപ്പം ഓടുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. വേട്ടക്കാരന്റെ മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് ഇരയ്ക്കൊപ്പം ഒരു ഇരവാദം പറയുന്ന രീതിയിലേക്ക് അവർ മാറിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. ഒറ്റ കാര്യം മാത്രമാണ്, ആ കാര്യം റോബിൻ ജസ്റ്റ് നോക്കിയാൽ അറിയാമായിരിക്കും. ഇവിടുത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ബേസ് ചെയ്തിട്ടാണ് ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ഒരു കുറച്ചു കാലമായിട്ട് കേരളത്തിൽ എടുക്കുന്ന ഒരു രാഷ്ട്രീയ പരിസ്ഥിതി എന്ന് പറയുന്നത് അങ്ങനെയാണ്. ആരായാലും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെയാണ്. ആരെയും പിണക്കാനും പറ്റില്ല, ആരെയും ഇണക്കാനും പറ്റില്ല എന്നുള്ള ഒരു കാര്യമാണ്. സത്യസന്ധമായൊരു നിലപാടെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വന്ന അമെന്റ്മെന്റിന് ഇപ്പോൾ JPC കൊണ്ടുവന്നിരിക്കുന്ന ഈ 665 പേജുള്ള ഈ ബില്ല് എന്ന് പറയുന്നത് അത് ശീതകാല സമ്മേളനത്തിൽ പാസ്സാകുന്നു, പാസ്സാകില്ല എന്നൊക്കെ കേൾക്കുന്നു. അതെന്തായാലും വരട്ടെ. അപ്പൊ അതിൻ്റെ അകത്ത് നേരത്തെ സ്റ്റാൻലി സാർ പറഞ്ഞതുപോലെ ഇപ്പോ ഒരു മുൻകാല പ്രാബല്യം അതിൻ്റെ അകത്ത് കൊടുക്കാത്തത് കൊണ്ട് അത് എങ്ങനെയാണ് മുനമ്പങ്കാരെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുക എന്ന് നമുക്കറിയാമല്ലോ. പക്ഷെ ഞാൻ വായിച്ചു 1-2 റിപ്പോർട്ടുകൾക്കകത്ത് കണ്ടത്, രജിസ്റ്റർ ചെയ്യപ്പെടാത്ത എല്ലാ ഭൂമിക്കും, അതായത് വഖഫിന്റെ കൈവശം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന രജിസ്റ്റർ ചെയ്യാത്ത എല്ലാ ഭൂമിക്കും ഈ പറയുന്ന അമെന്റ്മെന്റിന്റെ ആനുകൂല്യം കിട്ടുമെന്നാ പറയുക. അങ്ങനെയാണെങ്കിൽ വളരെ ചുരുക്കം സ്ഥലങ്ങൾ മാത്രമാണ് വഖഫ് ബോർഡിന്റെ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുള്ളൂ. ബാക്കിയൊക്കെ ക്ലെയിമിൽ കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം വരുവാണെങ്കിൽ മുനമ്പങ്കാർക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് 1-2 ആർട്ടിക്കിളുകളിൽ ജസ്റ്റ് ഞാൻ കണ്ടത് ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഈ പറയുന്ന ഒരു കാര്യത്തിൽ ഇപ്പൊ നമുക്ക് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വഖഫുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സജീവമായ ചർച്ചയായ ഒരു കാര്യമാണല്ലോ മുനമ്പം എന്ന് പറയുന്നത്. അപ്പൊ ഈ മുനമ്പം വിഷയത്തിൽ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടെന്താ? BJP പറയുന്നത് മുനമ്പങ്കാർക്കൊപ്പമാണെന്ന് പറയുന്നു. പക്ഷെ ആ പറയുന്ന രീതിയിലുള്ള റിസൾട്ടുകളൊന്നും മുനമ്പത്തേക്ക് എത്തി നമ്മൾ കാണുന്നില്ല, ഇല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളിലേക്ക് എത്തി കാണുന്നില്ല. വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കോൺഗ്രസ് പറയുന്നു എന്ത് വന്നു കഴിഞ്ഞാലും ഒപ്പമാണെന്ന് പറയുന്നു. പക്ഷെ കോൺഗ്രസിന് ഈ മുനമ്പം എന്ന് പറയുന്ന സ്ഥലം ഒരു കാലത്തും വഖഫിന്റേതല്ലായിരുന്നോ വഖഫ് അല്ല എന്നോ പറയാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്നില്ല. കാരണം എന്താ? അവരുടെ മുന്നണിയിലുള്ള മറ്റ് ആളുകളെയും കൂടെ തൃപ്തിപ്പെടുത്തേണ്ടത് കൊണ്ടും ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ വളരെ കാര്യമായിട്ട് അവർ കരുതുന്നു എന്നുകൊണ്ടും. അപ്പൊ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്ക് അപ്പുറത്തേക്ക് ആളുകളുടെ കണ്ണിൽ പൊടിയിടുക എന്ന് പറയില്ല, സാധാരണ നമ്മളിങ്ങനെ ആളുകളുടെ കണ്ണിൽ പൊടി. അപ്പോ എത്ര കാലം നമുക്ക് അങ്ങനെ പറ്റിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും? ഇപ്പോ ഈ പറയുന്ന ഇപ്പൊ ഈ അമെന്റ്മെന്റ് വരുമ്പോ തന്നെ 1995 വഖഫ് ആക്ട് ആണ് ഇപ്പോ അമെന്റ് ചെയ്യപ്പെടുന്നത്. ഈ 95 വഖഫ് ആക്ട് കൊണ്ടുവന്ന ആരാ? 95 വഖഫ് ആക്ട് കൊണ്ടുവന്ന ആളുകൾ തന്നെയാണ് ഈ അമെന്റ്മെന്റിനെ എതിർക്കുന്നത്. അതിന്റെ അകത്ത് ഇപ്പോ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഒട്ടുമിക്ക നേതാക്കളും സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് എല്ലാ സ്ഥലങ്ങളിലും, തെരഞ്ഞെടുപ്പ് പ്രചരണ വേളകളിലാണെങ്കിലും ഈവൻ പാർലമെന്റിനുള്ളിലാണ് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നവര് ആ ഭരണഘടന തുറന്നൊന്ന് വായിക്കാൻ വേണ്ടിയിട്ടുള്ള സമയവും സാവകാശവും കണ്ടെത്തിയിരുന്നെങ്കിൽ ഈ ഭരണഘടന വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വഖഫ് ആക്ടിൽ ഉണ്ട് എന്ന് അവർക്ക് കണ്ടെത്താനായിട്ട് കഴിയുമായിരുന്നു. ഇപ്പോ ഈവൻ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു കാലത്ത് വന്ന ഒരു ആക്ടാണ്. ആക്ട് ചിലപ്പോൾ എല്ലാവരും കൃത്യമായിട്ടുള്ള രീതിയിൽ ആ പാർട്ടിയിൽ ഉൾപ്പെട്ട ആൾക്കാർ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടാവില്ല. ആക്ട് ഉണ്ടാക്കിയ ആൾക്കാർ അത് പ്രത്യേകിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ആ ആക്ടിലുള്ള കാര്യങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും നമ്മൾ പറയുന്ന ഒരു സെക്യുലർ സിസ്റ്റത്തിന് ഹാനികരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആ ഭരണഘടന തുറന്ന് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലെ ആക്ടിലൂടെ ഒന്ന് കടന്നുപോയി കഴിഞ്ഞാൽ, അപ്പൊ അങ്ങനെ ഒരു ആക്ടിനെ അമെന്റ് ചെയ്യണ്ടേ? അങ്ങനെ ഒരു ആക്ടിനെ അമെന്റ് ചെയ്യണം. അപ്പൊ വ്യക്തിപരമായിട്ട് ഏത് രാഷ്ട്രീയക്കാരോട് ചോദിച്ചാലും അവരൊക്കെ പറയുക
ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു ആക്ട് ആണെന്നും ഈ ആക്ട് അമെൻഡ് ചെയ്യണമെന്ന് പറയുക. പക്ഷെ ഒരു പൊതുവേദിയിൽ വന്ന് പറയാനായിട്ട് അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകൾ ഇല്ലേ സാധ്യത നിലനിൽപ്പ് അവരെ അനുവദിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു ഈ കാര്യത്തെക്കുറിച്ച് ഒരു ചിന്ത നടത്തേണ്ടത്, ആലോചന ഉണ്ടാകേണ്ടത് ഈ പറയുന്ന ഈ രാഷ്ട്രീയ കക്ഷികൾക്ക്, പ്രത്യേകിച്ച് UDF പോലെയുള്ള ഒരു സംവിധാനത്തിന്. കാരണം ഇവിടുത്തെ ഈ മുനമ്പം ജനത മാത്രമല്ല, ഈ വഖഫ് നിയമത്തിൽ ഭേദഗതി വേണമെന്ന് ആവശ്യപ്പെടുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ ഏറ്റവും കൂടുതൽ ഗുണകരമായ രീതിയിൽ അവരുടെ വോട്ടും മറ്റു കാര്യങ്ങളും എല്ലാം പ്രയോജനപ്പെടുത്തിയ ഒരു മുന്നണി എന്നുള്ള രീതിയിൽ UDF തീർച്ചയായിട്ടും ഇതിന്റെ അകത്ത് ഒരു തിരിച്ചറിവ്, ഒരു ചിന്ത നടത്തേണ്ട ഒരു കാര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു UDFന്റെ നേതാവ് സമരപന്തലുകളിൽ എത്തി ഞങ്ങൾ ജനതയ്ക്കൊപ്പമാണെന്നും വഖഫ് ആക്ടിനെ അമെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പന്തൽ വിട്ട് പുറത്തു വരുമ്പോൾ നിലപാട് മാറ്റേണ്ട ഒരു ദാരുണ അവസ്ഥയിലേക്ക് ആ മുന്നണി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യം. ശ്രീ സ്റ്റാലിൻ ദേവൻ, ഫാദർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ക്രയവിക്രയം, മുനമ്പൻകാർക്ക് ഒരു ക്രയവിക്രയത്തിലേക്ക് എത്തുന്ന രീതിയിൽ, സാധാരണ ജീവിതത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ആ പ്രദേശം മാറ്റപ്പെടുവാൻ ഇനിയിപ്പം എത്രത്തോളം കാലതാമസം എടുക്കുമെന്നാണ് തോന്നുന്നത്? കാരണം ഈ ഭേദഗതി വന്നാലും അത് എത്രത്തോളം കാലതാമസം അതിന് ഉണ്ടായേക്കും? ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് ഫാദർ അതുപോലെ മാറ്റി പറഞ്ഞത്. അതായത് നമുക്ക് ഈ അമെൻമെന്റ് വന്നതിന് ശേഷം ഇതിലുള്ള പുതിയ വ്യവസ്ഥകൾ അതിനകത്ത് എവിടെയെങ്കിലും നമുക്ക് ഈ മുനമ്പത്തിന്റെ ഫാക്ട് സിറ്റുവേഷൻ, ഇപ്പോൾ ഓരോരുത്തരുടെ സ്ഥലത്തെയും പ്രശ്നങ്ങൾ ഒരേപോലെ ആയിരിക്കത്തില്ല. അപ്പോൾ മുനമ്പത്തിന്റെ പ്രത്യേകതകൾ അതിനകത്തുള്ള ഏതെങ്കിലും ഒരു സെക്ഷനിൽ പെടുത്തി ഉപയോഗപ്രദമാക്കാമോ പറ്റുമോ ഇല്ലെന്നുള്ളത് പിന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഫാദർ പറഞ്ഞു രജിസ്ട്രേഷൻ ചെയ്യപ്പെടാത്ത വസ്തു, അങ്ങനെ ഒരു വകുപ്പുണ്ടെങ്കിൽ അതിനകത്ത് ഇത് വരുമോ? അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് നോക്കിയിട്ട് മാത്രം അതിന്റെ ഫൈനാലിറ്റിക്ക് ശേഷം മാത്രമേ അങ്ങനെ ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്താൻ പറ്റൂ. ഇനിയിപ്പോ വന്നിട്ട് പാർലമെന്റിലെ രാജ്യസഭയിലും ലോക്സഭയിലും എന്തായാലും ഈ ബില്ല് പാസ്സാവും, നിയമം നടപ്പിലാവും. പക്ഷേ ഈ പറഞ്ഞ കണക്ക് രാഷ്ട്രീയക്കാര കാര്യമാണ്, ഇത് എത്ര നാൾ വീണ്ടും എടുക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഓഗസ്റ്റ് 8-ാം തീയതി ലോക്സഭയിൽ അവതരിപ്പിച്ചൊരു ബില്ലാണ്. ഇപ്പൊ തന്നെ ഇത്രയും സമയം കഴിഞ്ഞു. അപ്പോ ഈ അവര് എന്തായാലും പാസ്സാവും. പക്ഷേ പാസ്സാകുന്നതിനകത്ത് എനിക്കൊരു പേടി, എനിക്കതിന് വ്യക്തിപരമായിട്ട് യാതൊരു താല്പര്യമില്ല. ഈ പാസ്സായി വരുന്നതിനകത്ത് നമ്മുടെ വഖഫ് ട്രൈബ്യൂണല് ഇതൊരു വഖഫായി പ്രഖ്യാപിച്ചാൽ എന്ത് ചെയ്യും? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഒരു 6 മാസമോ 6 മാസത്തിന് ശേഷം ഈ അമെന്റ്മെന്റ് വരുന്നു എന്ന് വിചാരിക്കുക. അതിൽ ഈ റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റോ അല്ലെങ്കിൽ മുനമ്പത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന സെക്ഷനോ ഇല്ല എന്ന് വിചാരിക്കുക. അതിനകത്ത് വഖഫ് ട്രൈബ്യൂണൽ ഇതൊരു വഖഫായി പ്രഖ്യാപിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ കേസ് നടക്കണമല്ലോ, അവരെ കയ്യിലാണ് പന്തിരിക്കുന്നത്, അവരെ എല്ലാ പന്ത് അവരെ ഇട്ടുകൊണ്ടെങ്കിൽ ഗോളടിക്കും. ഇവിടെ മുനമ്പക്കാരുടെ മുന്നിലുള്ള പരിഹാര മാർഗം എന്തായി? ഇതൊക്കെയാണ് നമ്മൾ വളരെ കാര്യമായിട്ട് ചിന്തിച്ച് ഇപ്പോഴേ പ്രവർത്തിക്കുന്നത്. അതല്ല അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും, അമെന്റ്മെന്റ് വരും, റെട്രോസ്പെക്റ്റീവ് ആക്ട് കാണും, ഇങ്ങനെയൊക്കെ ഒരു മലപ്പൊടിക്കാരന്റെ സ്വപ്നം കാണാതെ തൽക്കാലം നമ്മുടെ മുമ്പിൽ ഉള്ള വിഷയം എന്താണ്? കാരണം ഇതൊരു 610 കുടുംബങ്ങളുടെ ജീവിതത്തിനെ അടിമുടി ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഇത് ചുമ്മാ സ്വപ്നം കണ്ട് കളയേണ്ട കാര്യമല്ല. അപ്പൊ തൽക്കാലം ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പരിഹാരമായിട്ട്? ഇപ്പൊ തന്നെ പുതിയ ഒരുപാട് തെളിവുകളുണ്ട്. ഞാൻ ഒന്നൊന്നായിട്ട് പറഞ്ഞുതരാം. ഒന്ന് ആമിനയുടെ വിഷയം, 2 ഈ പ്രമാണത്തിൽ തന്നെ ക്രയവിക്രയ സ്വാതന്ത്ര്യം പറഞ്ഞിരിക്കുന്നു, അത് വഖഫല്ല. തിരിച്ച് എന്തെങ്കിലും കാരണവശാൽ തിരിച്ചു വരുമെന്നുള്ള ഒരു കണ്ടീഷൻ, അതും കാണിക്കുന്നത് വഖഫല്ല. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വഖഫ് ബോർഡ് ഈ വസ്തു ക്ലെയിം ചെയ്യുന്ന ആ ഉത്തരവ് എക്സിക്യൂഷൻ പെറ്റീഷൻ 685 2019 മെയ് മാസം 20-ാം തീയതിയിലെ ഓർഡറിൽ പറയുന്നത് ഞങ്ങളിത് ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1967 OS നമ്പർ 53 പറവൂർ കോടതി ഇതിനൊരു അസന്നിഗ്ധമായി ഒരു വഖഫായി പ്രഖ്യാപിച്ചു എന്നാണ്. ഇത് പച്ചക്കള്ളമാണ്. അപ്പോ ഇല്ലാത്ത ഒരു കോടതി ഉത്തരവിനെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഉത്തരവ് തന്നെ ഇറക്കി. ഇതാണ് നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അടുത്ത ഒരു പോയിന്റ്. ഇതിപ്പോ ഹൈക്കോടതി മിക്കവാറും ഈ ബെച്ചോ കുര്യൻ സാറിന്റെ ബെഞ്ചിൽ ഇത് ആ രീതിക്ക് ഒരു ഫൈൻഡിംഗ് കൂടെ നടത്തി കഴിഞ്ഞാൽ 100% ഈ കേസ് ജയിക്കുകയാണ്. ഇതിനെ എതിർക്കാനുള്ള ഒരു ആർഗ്യുമെന്റും ആരുടെ മുന്നിലുമില്ല. പക്ഷെ എന്നാലും ഞങ്ങള് വഖഫ് ട്രൈബ്യൂണലിൽ പോകില്ല. ഞങ്ങൾ പ്രതിപക്ഷ നേതാവും അൻവരക്കാരും അല്ലെങ്കിൽ BJP ആരോ രാഷ്ട്രീയക്കാർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്, അതിന് ഞങ്ങൾ ഹാപ്പിയാണെന്ന് പറഞ്ഞിരുന്നാൽ
ഞാൻ ഈ പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഭാവിയിൽ ഉണ്ടാകുകയാണ് എങ്കിൽ മുനമ്പംകാരുടെ മുന്നിൽ നിങ്ങളെ ഷെയ്ഖിന ന്യൂസ് ചാനലിന് എന്ത് പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റും? അതൊരു ചോദ്യമാണ്. എന്താണെങ്കിലും അത് അങ്ങനെ നോക്കാം എന്നുള്ളത് അതിനപ്പുറത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. കാരണം എല്ലാം രാഷ്ട്രീയക്കാരുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അവരെ സ്നേഹപൂർവ്വം പറഞ്ഞ് മനസ്സിലാക്കുക, വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കുക. ഈ വരാൻ പോകുന്ന അമെന്റ്മെന്റിലൂടെ അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണെങ്കിൽ ടെലിഫോൺ എടുക്കുക, അഡ്വക്കേറ്റിനെ വിളിക്കുക, സാറേ നമ്മളെ കേസിന് പിൻവലിച്ചതെന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. പക്ഷേ അവിടെ പോകാതിരിക്കുന്നത് കൊണ്ട് എന്തെല്ലാം ഭയാനകമായ സിറ്റുവേഷൻ ആയിരിക്കും ഒരുപക്ഷെ അവർ ഫേസ് ചെയ്ത് വരിക, അല്ലേ? അമെന്റ്മെന്റ് വരുന്നു, നമ്മളെ പ്രശ്നം പരിഹരിക്കുന്നു, ആയിക്കോട്ടെ, നമ്മൾ അപ്പൊ ഈ കേസിന് പിൻവലിച്ചാൽ പോരെ, നമ്മൾ അതിൽ കക്ഷിയല്ലാതെ. അതേസമയം അത് വരാത്ത പക്ഷം ഇവർ വിധി പറഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴത്തെ നിയമത്തിന്റെ അടിയിൽ അവർക്ക് ഒരു പരിഹാര മാർഗവുമില്ല. അത്ര ഡ്രാക്കോണിയനാണ് ഇപ്പോഴുള്ള വഖഫ് ആക്ട് വിച്ച് ഈസ് ഇൻ വോ. ഈ ഒരു സത്യം അവർ മനസ്സിലാക്കും. ഞാൻ വളരെ സ്നേഹപരമായിട്ട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ജോഷി മയിൽ ഫാദറിന് ഈ സത്യാവസ്ഥ കംപ്ലീറ്റ് പറയും, ബട്ട് ഹീസ് ആൾസോ ഹെൽപ്പിംഗ് us ടു ഗൈഡ് them എന്നുള്ളതാണ് ഫാക്ട്. ശ്രീമതി സിജി ജോൺസൺ, ഇപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടതാണ്, ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എത്രത്തോളമാണെന്ന്. പക്ഷേ ഞാൻ നേരത്തെ ഫാദറിൻ്റെ അടുത്ത് സൂചിപ്പിച്ച അതേ ഒരു കാര്യമുണ്ട്. നമ്മൾ ആ UP-യിലെ ആ കോളേജിൻ്റെ ഒരു കാര്യം. ആ കോളേജ് അത് വലിയ പ്രശ്നമായപ്പോൾ പിറ്റേ ദിവസം തന്നെ വഖഫ് ബോർഡ് ചേരുകയും അത് ക്ലെയിം അല്ലാതായി മാറുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ഇവിടെയാണ് VD സതീശൻ, ഇപ്പം മുനമ്പത്ത് വന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ ഒരു കാര്യം, ഇത് 1 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാനുള്ള പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ വളരെ സിമ്പിളാണ്. എന്ന് വെച്ചാൽ ഇത് ആ ക്ലെയിം അങ്ങ് എടുത്ത് കളയുന്നു, ക്ലെയിം അല്ല എന്ന് പറയുന്നു. വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്നൊക്കെ ഉള്ളത് ഭീഷണി വന്നു കഴിഞ്ഞാൽ ഇല്ലാതാകുന്നതേ ഉള്ളൂ എന്ന് ആ സംഭവം തന്നെ തെളിയിക്കുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് തെളിയിക്കുന്നുണ്ട്. അത് ഒരു പ്രാക്ടിക്കൽ അല്ലാത്ത വസ്തുതയാണ് എന്നുള്ളത് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ആ അതേ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ രാഷ്ട്രീയക്കാർ അവിടെ വന്ന് കളിച്ച നാടകം അത് മറ്റൊരു വശത്ത് നിൽപ്പുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു വഖഫ് ക്ലെയിം ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ക്ലെയിം ഒഴിവാക്കാതെ പോകുന്നതിന് കുറേ ഫാക്ടറുകളുണ്ട്. ക്ലെയിം ആവശ്യമാണെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ ആ ക്ലെയിം അങ്ങനെ തന്നെ നിലനിർത്തുന്നു. അവിടെ മുനമ്പത്ത് വന്ന് രാഷ്ട്രീയ പാർട്ടികൾ നാടകം കളിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ രാഷ്ട്രീയക്കാരുടെ ഈ കളികളെ കുറിച്ച്? നിങ്ങൾ അവിടെ വന്ന് ഒരുപാട് നാടകങ്ങൾ കണ്ടു. അവിടെ ഇപ്പോൾ നേരത്തെ ഫാദർ സൂചിപ്പിച്ച പോലെ ഫ്രാൻസിസ് ജോർജ് MP അടക്കമുള്ളവർ വന്നേച്ചിട്ട് പിന്നെ തിരുത്തി പറയുന്ന സാഹചര്യം നമുക്കറിയാം. അവരുടെ മുന്നണി സംവിധാനം എങ്ങനെയാണെന്നെല്ലാം നമുക്കറിയാവുന്നതാണ്. പക്ഷേ ആ ഫാക്ടറുകൾ അവിടെ നിലനിൽക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ രാഷ്ട്രീയ നാടകത്തെക്കുറിച്ച് എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? രാഷ്ട്രീയ നാടകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും പറ്റിക്കപ്പെട്ട ഒരു ജനത മുനമ്പം ജനതയെ പോലെ വേറെയില്ല. ഇപ്പോ ഇന്നത്തേക്ക് 110 ദിനങ്ങളാവുന്നു നിരാഹാര സമരം തുടങ്ങിയിട്ട്. ഈ 110 ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ നിരാഹാര പന്തലുണ്ട്. അപ്പൊ വന്നു പോകുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും ഞങ്ങൾ സത്യത്തിൽ പഠിക്കുകയാണ്. ചില സമയത്ത് നമുക്കൊരു കോമഡി ഷോ കാണുന്ന പ്രതീതിയൊക്കെ ഉണ്ടാകാറുണ്ട് ചില രാഷ്ട്രീയ പാർട്ടികൾ വന്ന് സംസാരിക്കുന്ന സമയത്ത്. ഇപ്പോൾ VD സതീശൻ സാർ പറഞ്ഞത് വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞ ആദ്യത്തെ രാഷ്ട്രീയ നേതാവ് സാർ തന്നെയാണ്. പക്ഷെ സാർ പറഞ്ഞൊരു കാര്യം 10 മിനിറ്റ് കൊണ്ട് സർക്കാരിന് പറ്റുന്ന ഒരു പ്രശ്നമാണ് ഈ പ്രശ്നം എന്നാ പറഞ്ഞത്. പക്ഷെ 10 മിനിറ്റ് കൊണ്ട് അതെങ്ങനെ പരിഹരിക്കാമെന്ന് VD സതീശൻ പറഞ്ഞു വെച്ചില്ല. അതോടൊപ്പം തന്നെ ഇതുവരെയും ഞങ്ങളുടെ സമരപന്തലിലോട്ട് CPM ഇതുവരെയും കടന്നു വന്നിട്ടില്ല. ഞങ്ങളുടെ MLA അടക്കം ഇതുവരെയും 110 ദിവസമായിട്ടും ഞങ്ങളുടെ സമരപന്തലിലേക്ക് കടന്നു വന്നിട്ടില്ല. പകരം അവരൊരു 100 മീറ്റർ അപ്പുറം ഒരു സമ്മേളനം വെച്ചു. നമ്മുടെ മുനമ്പത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടിട്ടുള്ളതായിരുന്നില്ല അത്, എങ്കിലും മുനമ്പ വിഷയം തന്നെയായിരുന്നു അത്. അപ്പോ നിയമമന്ത്രിയൊക്കെ പങ്കെടുത്തു. അന്ന് ഞങ്ങളുടെ MLA പറഞ്ഞത് ഇവിടെ BJP പൈസ ഒഴുക്കുന്നു സമരപന്തലിൽ. രണ്ടാമത് പറഞ്ഞത് പോപ്പ് വന്ന് സമരം ചെയ്താലും പിണറായി വിജയൻ വിചാരിച്ചാൽ മാത്രമേ മുനമ്പം സമരത്തിന് ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഞങ്ങളുടെ MLA പറഞ്ഞൊരു കാര്യം ഞങ്ങളോട്. അപ്പൊ ഞങ്ങളൊക്കെ ഇത് അവിടെ നിന്നും ഇവിടെ നിന്നും കേൾക്കുന്നതാണ്. ഞങ്ങൾ ജയിപ്പിച്ചു വിട്ട ഞങ്ങളുടെ MLA. ഞാൻ എന്റെ വോട്ടവകാശം തുടങ്ങി CPM-ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ശക്തിയുക്തമായിട്ട് എതിർക്കുന്നതും ഇപ്പോൾ ആ പാർട്ടിയെ തന്നെയാണ്.
കാരണം ആ പഞ്ചായത്ത് ഭരിക്കുന്നത് പോലും ആ പാർട്ടിയാണ്. 110 ദിവസമായിട്ടും ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് വരെ ആ സമരപന്തലിലോട്ട് കടന്നു വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഇവരൊക്കെ എന്ത് രാഷ്ട്രീയ നിലപാടുകളാണ്, ഇവര് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ രാഷ്ട്രീയക്കാരായി മാറിയത്? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കുറിച്ച് ഇവരൊക്കെ എന്താണ് പഠിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവരോട്. മൂന്നാമത്തെ കാര്യം, ഇപ്പോ ഫ്രാൻസിസ് ജോർജ് എം പി വന്ന കാര്യം. ഈ ഫ്രാൻസിസ് ജോർജ് എം പി വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ മീഡിയ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല, ഒരു മീഡിയ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ആ ഒരു ധൈര്യത്തിനായിരിക്കാം പുള്ളി അക്കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷെ അത് ഒപ്പിയെടുത്തത് എന്റെ ഫോൺ തന്നെയായിരുന്നു. ഫ്രാൻസിസ് ജോർജ് എം പി പറഞ്ഞ കാര്യങ്ങൾ ഒപ്പിയെടുത്തത് ഞാനായിരുന്നു. കാരണം മീഡിയ ഇല്ലെങ്കിൽ ഇവർ എല്ലാം പറയുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പൊ ഇവർക്ക് എന്ത് വേണമെങ്കിലും പറയാം മീഡിയ ഇല്ലെങ്കിൽ. പക്ഷെ അതിനേക്കാൾ വലിയ ബുദ്ധിയുള്ളവരായി മുനമ്പം ജനത ഇന്ന് മാറിക്കഴിഞ്ഞുവെന്ന് എം പി മനസ്സിലാക്കിയില്ല. എം പി പറഞ്ഞതാണ് വഖഫ് ആക്ട് എന്നത് ഒരു ഡ്രാക്കോണിയൻ നിയമമാണെന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. എം പി പറഞ്ഞ കാര്യമാണ്. നേരം വെളുത്തപ്പോൾ കാല് മാറി. ഇതാണ് നമ്മൾക്ക് സംഭവിക്കുന്നത്. ഇവരൊക്കെ എന്ത് രാഷ്ട്രീയ നിലപാടുകളുള്ള മനുഷ്യരാണ്? നമ്മുടെ ഈ മുനമ്പത്തിന് വേണ്ടി ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? ഇനി ഞങ്ങളുടെ എം പി ഇനി പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾക്കുണ്ടല്ലോ ഒരു എം പി. ഞങ്ങളുടെ എം പി വഞ്ചി സ്ക്വയർ നടന്ന സമയത്ത് സമരസമയത്ത് പറഞ്ഞതാ, അദ്ദേഹത്തിന്റെ വൈഫ് അഡ്വക്കേറ്റ് ആണ്. എല്ലാ ദിവസവും ഞങ്ങളെ കുറിച്ചാണ് അവരുടെ ചർച്ചാ വിഷയമെന്ന്. എല്ലാ ദിവസവും ചർച്ചാ വിഷയമായിട്ട് ഞങ്ങളുടെ എം പിക്ക് അവിടെ വരാനായിട്ട് 51 ദിവസം വേണ്ടി വന്നു. ഞങ്ങളുടെ സമരപന്തലിലേക്ക് വരാൻ ഞങ്ങൾ ജയിപ്പിച്ചു വിട്ട ഞങ്ങളുടെ എം പിക്ക് 51 ദിവസം വേണ്ടി വന്നു. ഇതൊക്കെ ഞങ്ങൾ കണ്ടു പഠിക്കുകയാണ്. രാഷ്ട്രീയം എന്താണെന്ന് ഞങ്ങൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. പണ്ടത്തെ ജനതയല്ല, ഇപ്പോൾ ഞങ്ങൾ വായിക്കും, പഠിക്കും, ഓരോ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചും പഠിച്ചിരിക്കുകയാണ്. ഇപ്പോ ഞങ്ങളെ പറ്റിച്ച ലിസ്റ്റിലുള്ളത് UDF-ഉം LDF-ഉം മുനമ്പം ജനതയെ പറ്റിച്ചു എന്ന് 100% ഉറപ്പിച്ചു തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയും അത് തന്നെ പറയും. ഇനി അടുത്തത് BJP എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അടുത്തോട്ട് ഏറ്റവും ആദ്യം വന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് ഷോൺ ജോർജ് തന്നെയായിരുന്നു. അന്നും ഇന്നും ഇപ്പോൾ ഓരോ ദിവസവും അവർ കടന്നു വരുന്നുണ്ട്. പക്ഷേ ഇനി UDF-ന്റെയും CPM-ന്റെയും ലിസ്റ്റിലോട്ട് ഇനി ഞങ്ങൾ BJP-യെ ഇടണമെന്ന് തീരുമാനിക്കുന്നത് ഈ പാർലമെന്റിൽ വരാൻ പോകുന്ന ബജറ്റ് സമ്മേളനം. ഉറപ്പാണ് മുനമ്പത്തിന് നീതി കിട്ടും. ഈ വഖഫ് ആക്ട് ഭേദഗതി ബിൽ വരുന്നത് കൊണ്ട് മുനമ്പത്തിന് നീതി കിട്ടുമെന്ന് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നതും BJP-യാണ്. അപ്പോ ഞങ്ങൾ BJP പറഞ്ഞത് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. പക്ഷേ ഇതുകൊണ്ട് ഞങ്ങൾക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഞങ്ങളെ പറ്റിച്ച ലിസ്റ്റിൽ BJP-യും അടങ്ങും. അത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ അത്രയും വിശ്വാസത്തോടെ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞത് മുനമ്പം ഒരു പ്രത്യേക വിഷയമായി പരിഗണിക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോദിജിക്ക് ഇപ്പോൾ മുനമ്പം എന്താണെന്ന് അറിയാം. ഇതൊക്കെ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ, BJP നേതാക്കൾ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ ഒപ്പിവെച്ചിട്ടുണ്ട്. ഇവർ പറഞ്ഞ പ്രസംഗങ്ങൾ ഞങ്ങളുടെ ഫോണിൽ ഞങ്ങൾ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ പറ്റിക്കില്ല എന്ന് ഉറപ്പിന്മേലാണ് ഈ സമയം വരെ ഞങ്ങൾ നിൽക്കുന്നത്. LDF-ന്റെയും UDF-ന്റെയും ലിസ്റ്റിലോട്ട് BJP പോകാതിരിക്കാൻ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പാർലമെന്റ് ക്യാബിനറ്റ് സമ്മേളനം ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കാരണം മുനമ്പം തോറ്റാൽ ഭാരതം തോൽക്കും. ഭാരതം തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മുനമ്പം ജനത അവിടെ പൊരിവെയിലത്ത നിരാഹാര സമരത്തിലായിരിക്കുന്നത്. നമുക്കറിയാം ഈ വഖഫ് ആക്ടിന്റെ ദൂഷ്യം കൂടുതലും ഭാരതത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയത് ഈ മുനമ്പം എന്ന വാക്കിൽ നിന്നാണ്. വഖഫ് ആക്ട് എന്താണെന്ന് ഓരോ പൗരനും പഠിക്കാൻ തുടങ്ങി. വഖഫ് ആക്ടിന്റെ ദൂഷ്യവശങ്ങൾ എന്താണ്, അത് ഭാരതത്തെ എത്രമാത്രം നശിപ്പിക്കുന്നു എന്ന് ഓരോ കുഞ്ഞുമക്കളും പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ വഖഫ് ആക്ട് എന്ന കിരാത നിയമം ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാകുന്നത് മുനമ്പത്തിന്റെ മാത്രം ആവശ്യമല്ല, ഭാരതത്തിന്റെ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളെ പറ്റിച്ചവരെയും ഞങ്ങളെ വഞ്ചിച്ചവരെയും എല്ലാവരെയും ഞങ്ങൾ പരാജയപ്പെടുത്തുന്ന ഒരു ദിവസം മുനമ്പം ജനതയ്ക്ക് ഉണ്ടാവും. അത് മുനമ്പത്തിന്റെ മാത്രം വിജയമായിരിക്കില്ല, അത് ഇന്ത്യയുടെ തന്നെ വിജയമായിരിക്കും. ഫാദർ, മറ്റൊരു കാര്യം, ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നിയമം പരിഷ്കരിക്കാനുള്ള എതിർപ്പ് എന്ന് പറയുന്നത് ഏകദേശം 572 നിർദ്ദേശങ്ങളോളം JPC-യുടെ മുന്നിലേക്ക് വെച്ച് ആ JPC-യുടെ ആ ഭേദഗതി തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചു എന്നുള്ള ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെയുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ഒരു ഫാക്ടറുണ്ട്, ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഫാക്ടർ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒറ്റ നിമിഷം കൊണ്ടോ അല്ലെ 10 മിനിറ്റ് കൊണ്ടോ മാറ്റാവുന്ന ഈ നിയമത്തെ ഈ ആ ക്ലെയിമിനെ അങ്ങനെ തന്നെ നിലനിർത്താനോ അതുമല്ലെങ്കിൽ വഖഫ് എന്ന് ഉച്ചരിക്കാൻ പോലും ഇതിൻ്റെ ഉള്ളിൽ വഖഫ് എന്നുള്ള ഒരു വാക്ക് ഉച്ചരിക്കാൻ പോലുമോ
പേടിപ്പെടുന്ന ഒരു അവസ്ഥ രാഷ്ട്രീയക്കാർക്ക്. ഇപ്പോൾ BJP ഓക്കെ, കേരളത്തിലെ BJPക്കാർക്ക് പറയാൻ എളുപ്പമാണ്. കാരണം കേന്ദ്രത്തിൽ ഒരു നിയമം കൊണ്ടുവന്ന് അത് പരിഷ്കരിച്ച് അത് നടപ്പിലാക്കാൻ BJP സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം കേരളത്തിലെ BJPക്കാർക്ക് പറയാൻ എളുപ്പമാണ്. അല്ല, കേരളത്തിലെ BJPക്കാർക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നുവെങ്കിൽ അവർ എത്രത്തോളം അതിനുള്ളിൽ ക്രിയാത്മകമായിട്ട് സംസാരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കേന്ദ്രത്തിലൊരു നിയമം ഇവരുടെ ഒരു ഉത്തരവാദിത്വത്തിൽ അല്ലാത്ത രീതിയിൽ അവിടെ ശക്തമായി വരുന്ന സാഹചര്യത്തിൽ അവർക്ക് സംസാരിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്. കാരണം ഈ കേരളത്തിൽ ഏകദേശം 10,000-ന് മുകളിലാണ് വഖഫ് ക്ലെയിമുകൾ ഉള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഏകദേശം കർണാടകയിൽ 30,000-ന് മുകളിൽ ക്ലെയിമാണുള്ളത്. അതുപോലെ തെലുങ്കാനയിൽ 30,000-ന് മുകളിൽ, പഞ്ചാബിൽ 25,000-ഓളം ഉണ്ട്. അതുപോലെ ജമ്മു കാശ്മീരിൽ 20,000-നടുത്ത് ക്ലെയിമുകളുണ്ട്. രാജസ്ഥാന്, അതുപോലെ ഗുജറാത്ത്, ഇവിടെയെല്ലാം ഇതുപോലെ 20,000-നടുത്ത് ക്ലെയിമുകൾ കിടക്കുവാണ് ഈ വഖഫിൻ്റെതായിട്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിലെ മുനമ്പത്തിനും അപ്പുറത്ത് നമ്മളിപ്പം നേരത്തെ ഉത്തർപ്രദേശിൻ്റെയും കണ്ടു. ഉത്തർപ്രദേശിൻ്റെ എത്രയോ ലക്ഷങ്ങളാണ് ഏകദേശം ക്ലെയിം ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഇതിൻ്റെ ഉള്ളിൽ ഒരു മറ്റ് താല്പര്യങ്ങളും ഉണ്ട് കേന്ദ്ര സർക്കാരിന് മുന്നോട്ട് പോകുമ്പോൾ. അപ്പോൾ എത്രത്തോളം അപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എത്രത്തോളം ഈ ഫാക്ടറുണ്ട്, ഇത് പറയാനുള്ള ഒരു പേടിയുണ്ട്, ഈ രാഷ്ട്രീയക്കാരൻ്റെ പേടി. അത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും ഇനി ആര് അധികാരത്തിൽ വന്നാലും ആ പേടി അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം കേരളത്തിലെ ജനങ്ങൾക്ക്, അതും അല്ലെങ്കിൽ ഒരു നിശ്ചിത വിഭാഗത്തിനും അപ്പുറത്തുള്ള ജനങ്ങൾക്ക് എത്രത്തോളം ആശ്വാസകരമായ നീതി ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. റോബിനെ, ഞാൻ ആദ്യം തന്നെ പ്രത്യേകിച്ച് ഇപ്പോ സിജി ജിൻസൺ പറഞ്ഞ ഒരു കാര്യത്തെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് വിചാരിക്കുകയാണ്. 100 ദിവസമായിട്ട് നിരാകാര സത്യാഗ്രഹം നടത്തുന്ന ഒരു ജനത, അതെന്തിനു വേണ്ടിയിട്ടാ? ഒരു അതിജീവനത്തിനും നിലനിൽപ്പിനും വേണ്ടിയിട്ടാ. അതായത് സ്വന്തം ഭൂമി കാശ് കൊടുത്ത് കാലങ്ങളായി താമസിക്കുന്ന ഭൂമിയിലെ അവരുടെ ക്ലെയിം സ്ഥാപിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ജനത ഒരു സമരം നടത്തുന്നത്. ഇപ്പൊ സിജി ലാസ്റ്റ് പറഞ്ഞു വെച്ച ഒരു കാര്യം, എത്ര കാലം കഴിഞ്ഞാലും ഇവരാ ഇതിൽ തന്നെ നിലനിൽക്കുമെന്നും ഇവർക്കൊരു സ്വപ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ആ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രസംഗത്തിലേക്ക് ഇങ്ങനെ എന്റെ മനസ്സ് പോയി. അതായത് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ അമേരിക്കയില്, അതായത് തെരുവിൽ നിന്ന് തെരുവിലേക്ക് ആളുകളെ ചങ്ങലക്കിട്ട് കൊണ്ടുപോകുന്നത് കണ്ടുകൊണ്ടാണ് മാർട്ടിൻ ലൂതർ കിങ് പ്രസംഗിക്കുന്ന ഐ ഹാവ് എ ഡ്രീം എന്ന്, എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന്. ആ സ്വപ്നം എന്താ? കറുത്ത വർഗ്ഗക്കാരനും, അതായത് നീതി സൂര്യൻ ഉദിച്ചു വീരുന്ന ഒരു പ്രഭാതത്തിൽ കറുത്ത വർഗ്ഗക്കാരനും വെള്ളക്കാരനും പരസ്പരം ആലിംഗനം ചെയ്യുന്ന ദിവസത്തെ കുറിച്ചുള്ള സ്വപ്നമാണ് അതെന്ന്. അത് പറയുന്ന കാലത്ത് അത് സംഭവിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാതെ ഇരുന്ന ഒരു അന്തരീക്ഷത്തിലാണ് മാർട്ടിൻ ലൂതർ കിങ് അങ്ങനെ പ്രസംഗിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ ഇന്നിപ്പോ സിജി ജിൻസൺ പറയാണ്, ഞങ്ങൾക്കൊരു സ്വപ്നമുണ്ട്, എത്ര കാലം കഴിഞ്ഞാലും ഈ ഒരു അതിജീവനത്തിന്റെ അവകാശത്തിന് വേണ്ടി ഞങ്ങൾ അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ആ ജനതയുടെ ഒരു ഇച്ഛാശക്തി ഉണ്ടല്ലോ, ആ ഇച്ഛാശക്തിയെ അവഗണിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഒരുപാട് കാലം മുൻപോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു കാര്യം ഉറപ്പാണ്. ഇനി റോബിൻ ചോദിച്ചതിലേക്ക് വരാം. ഞാൻ ഈ മുനമ്പത്ത് പോയി സംസാരിക്കുന്ന സമയത്തും ഇല്ലേ പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ വഖഫുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയങ്ങളിലൊക്കെ ഞാൻ സംസാരിച്ച ഒരു കാര്യമുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ വഖഫിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റരുത്. നമുക്കറിയാം ഇന്ത്യയിൽ വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ ആയുധങ്ങളുണ്ട്. അപ്പൊ അതില് ഒന്നാണ് അയോധ്യ പോലെയുള്ള രാഷ്ട്രീയ ആയുധങ്ങളൊക്കെ വന്നത്. അതിന്റെ സാധ്യതകളൊക്കെ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോ ഒരിക്കലും വഖഫിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി എടുക്കരുത്. കാരണം ഇത് എന്ന് പറയുന്നത് ഏറ്റവും ഫീബിൾ ആയിട്ടുള്ള മനുഷ്യരുടെ കണ്ണീരിന്റെ ഒരു ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് അതിന് ഏറ്റവും പെട്ടെന്ന് നീതി നടപ്പാക്കി കൊടുക്കാനായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കണമെന്ന്. നേരത്തെ റോബിൻ ചോദിച്ച ഒരു ചോദ്യം എനിക്ക് ജസ്റ്റ് മനസ്സിലായ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇപ്പൊ കേരളത്തിൽ തന്നെ BJP പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എത്ര സജീവമായിട്ടായിരുന്നു ഈ വിഷയത്തിന്റെ പുറകെ ഉണ്ടായിരുന്നു. ഊണും ഉറക്കവും ഇല്ലാതെ എന്ന പ്രയോഗം അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഈ പറയുന്ന ഒരു കാര്യത്തിന്റെ പുറകെ അവര് മുഴുവൻ സമയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരെ പ്രതിരോധിക്കുകയും ഈ വഖഫിനെ എഗെയിൻസ്റ്റ് ആയിട്ട് BJP പറയുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കുകയുമായിരുന്നു പ്രത്യേകിച്ച് ഇവിടുത്തെ ഭരണപക്ഷ പ്രതിപക്ഷ പാർട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി തന്നെ അതായി മാറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി എല്ലാം സൈലന്റ് ആയി. അപ്പോ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച സമയങ്ങളിലൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ആയുധമായിട്ട് ഇതിനെ നമ്മൾ മാറ്റരുത് എന്നാണ് പറഞ്ഞത്. കാരണം ഈ വഖഫിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ
മുനമ്പം പോലെയുള്ള ഒരു സ്ഥലത്തെ, ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള വഖഫിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ഥലത്തെ, കേരളത്തിനെ മാത്രമല്ല രാജ്യത്ത് എമ്പാടുമുള്ള സ്ഥലത്തെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം എന്താ? രാജ്യത്ത് ഒരു നിയമമുള്ളപ്പോ, മുനമ്പംകാരുടെ കാര്യം തന്നെ എടുത്തു നോക്ക്. അവർ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് കാലങ്ങളായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലം. ഇവിടെ ഈ ഭൂപരിഷ്കരണ നിയമമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുടിയാന്മാർക്ക് ഈ ഭൂമി കൊടുക്കാനുള്ള സാധ്യതകളൊക്കെ ഉള്ളപ്പോ അപ്പോൾ ഭൂമി കിട്ടാതെ ഇരുന്ന കാലങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുകൾ ഏറ്റവും അവസാനം കോടതി പറയുന്നു ഇത് ഫറൂഖ് കോളേജിന്റെ ആണെന്ന് പറയുമ്പോൾ ഫറൂഖ് കോളേജിന്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് മേടിച്ച് ആ ഭൂമിക്ക് കരമടക്കുകയും അത് അവർ ഉപയോഗിക്കുകയും ക്രയവിക്രയം നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം. അങ്ങനെ ഒരു കാര്യത്തിന് മേൽ വഖഫ് പോലെ ഒരു വാള് വന്ന് വീണിട്ട് ഇതിൽ നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല എന്ന് പറയുന്ന ഒരു സമയത്ത് ഇവിടെ നിശബ്ദമായിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ട്. അതായത് ആ ഗവൺമെന്റിന്റെ നിശബ്ദത എന്ന് പറയുന്നത് ഏറ്റവും കുറ്റകരമായിട്ടുള്ള ഒരു നിശബ്ദതയാണ്. നേരത്തെ സിജി ജിൻസൺ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു അവരുടെ MLA ഏതാനും കിലോമീറ്ററുകൾ അപ്പുറം ഒരു മീറ്റിംഗ് നടത്തി സംസാരിച്ചുവെന്നും ഇപ്പോ അവരുടെ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ ആരും ആ പ്രദേശത്തേക്ക് വന്നില്ല എന്ന്. കാരണം പോകാനായിട്ട് അവരെല്ലാം മടിക്കും. കാരണം എന്താ? പോകാനായിട്ട് മടിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് സത്യസന്ധമായ ഒരു കാര്യവും അവിടെ പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. നീതിക്കൊപ്പം നിലനിൽക്കാനായിട്ട് പറ്റില്ല. നീതിക്ക് വേണ്ടി നിലനിൽക്കുമ്പോ ഏതെങ്കിലുമൊക്കെ ആളുകളെ പിണക്കി ഇല്ലെ അവരുടെ അപ്രീതിക്ക് പാത്രമാകുമെന്ന് ഉറപ്പാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അപ്രീതിയാണ് ഇവിടെ നീതി നടപ്പാക്കുന്നതിനേക്കാൾ വലിയ പ്രശ്നം. അപ്പോ ഈ വഖഫുമായി ബന്ധപ്പെട്ടില്ലേ വഖഫിനൊപ്പം നിൽക്കുന്ന ആളുകളെ അപ്രീതി നേടണമോ ഇല്ലെ നീതിക്ക് വേണ്ടി നിൽക്കണമോ എന്ന് പറയുന്ന രണ്ട് വിഷയം ഇവിടെ വരിക. ആ വിഷയത്തിൽ ആളുകളൊക്കെ നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണ് സ്വീകരിക്കുന്നത്, വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയമാണ് സ്വീകരിക്കുന്നത്. അങ്ങനെയുള്ള രാഷ്ട്രീയം സ്വീകരിക്കുന്ന സമയങ്ങളിലൊക്കെ ഇവിടെ ഏറ്റവും സാധാരണമായ ജനത്തിന്റെ ശബ്ദം കേൾക്കാനായിട്ട് ഭരണപക്ഷത്തിനാണേലും പ്രതിപക്ഷത്തിനാണേലും ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാണേലും സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. ഭൂരിപക്ഷത്തിന്റെ കൂടെ നടക്കുകയും നിൽക്കുകയും ചെയ്യുകയാണ്. അപ്പോ ഭരണഘടന അനുസരിച്ച് ഭരണനിർവഹണം നടത്താമെന്നും ഭരണഘടന അനുസരിച്ച് തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റാമെന്നും പറഞ്ഞ ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിക്കോ ഇല്ലെങ്കിൽ MLAക്കോ MPക്കോ ഒന്നും ഈ മുനമ്പത്ത് വന്നിട്ട് മുനമ്പങ്കാരുടെ ആവശ്യത്തിനെതിരെ മുഖം തിരിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. ഒരുപക്ഷെ ഹൈബീഡൻ വരാൻ വേണ്ടി ഇത്രയും ദിവസം എടുത്തു എന്ന് പറയുന്നുണ്ട്. അവരുടെ തന്നെ MP ആണ്. ഇപ്പോ MP അവിടെ വന്ന് MP എടുക്കുന്ന നിലപാട് എന്താ? MP എടുക്കുന്ന നിലപാട് എന്ന് പറയുന്നത് നീതിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടല്ല. ഇപ്പോ കേരളത്തിൽ വഖഫുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഭരണപക്ഷമാണേലും പ്രതിപക്ഷമാണേലും ആരും എടുത്തിരിക്കുന്ന നിലപാടിനെ നീതിയുടെ നിലപാടായിട്ട് നമുക്ക് നിർവചിക്കാനായിട്ട് കഴിയില്ല. അത് തൽക്കാലം ഒരു തട്ടിക്കൂട്ട് നിലപാടുകൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട്. ഇപ്പോ ഫ്രാൻസിസ് ജോർജ് അവിടെ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഇവര് അത് ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഫ്രാൻസിസ് ജോർജ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയേനെ. ഫ്രാൻസിസ് ജോർജിന് മാറ്റി പറയേണ്ടി വരില്ലായിരുന്നു. അപ്പോ ഈ ഇരുട്ടിൽ അഭിപ്രായം പറയുകയും വെളിച്ചത്തേക്ക് വരുമ്പോഴേക്കും അതിനെ ടോട്ടലി നിരാകരിക്കുകയും ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുന്നുണ്ട്. ആ ആറ്റിറ്റ്യൂഡ് എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തായി കേരളത്തിലെ രാഷ്ട്രീയക്കാരെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരമായിട്ടുള്ള ഒരു ഭയമാണ്. ആ ഭയമാണ് ഇവർ മാറ്റേണ്ടത്. ആ ഭയത്തെ മാറ്റാനായിട്ട് ഇവര് തയ്യാറാകാത്തിടത്തോളം കാലം ഇവരെന്തുകൊണ്ട് ഭയപ്പെടുന്നു എന്നൊക്കെ ഇവിടുത്തെ മനുഷ്യർക്ക്, സാധാരണ ആളുകൾക്ക് വളരെ പെട്ടെന്ന് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഭയത്തെ മാറ്റാൻ കഴിയാത്തിടത്തോളം, ആ ഭയത്തെ ഇവർ മാറ്റി നിർത്താത്തിടത്തോളം കാലം ഇവരുടെ ഇരട്ടത്താപ്പിനെ ആളുകൾ ഇങ്ങനെ തെരുവിൽ വിചാരണ ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ രാഷ്ട്രീയക്കാർ അസ്വസ്ഥരായിട്ടൊന്നും കാര്യമില്ല. അവരുടെ ഇത്തരത്തിലുള്ള നിലപാടുകളെ ജനങ്ങൾ വിചാരണ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ശ്രീ സ്റ്റാലിൻ ദേവൻ, അങ്ങ് നേരത്തെ സൂചിപ്പിച്ച അങ്ങേക്ക് എന്തോ പറയാനുണ്ട് എന്ന് എന്താണോ ഒന്ന് പറയുകയും അതിൻ്റെ കൂടെ ജുഡീഷ്യൽ കമ്മീഷനെ കുറിച്ചും ഒന്ന്, കാരണം കോടതി പറഞ്ഞ കാര്യങ്ങൾ വളരെ രസകരമാണല്ലോ. പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്താണ് കാര്യം എന്ന് ആണ് കോടതി അക്ഷരാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് തോന്നും കോടതിയുടെ പരാമർശങ്ങൾ കേൾക്കുമ്പോൾ. അപ്പോൾ അങ്ങേക്ക് പറയാനുള്ളതും ഇതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ കൂടി ഒന്ന് പറയുകയായിരുന്നു നല്ലതായിരുന്നു. തീർച്ചയായിട്ടും പറയാം. അത് കോടതിയുടെ ഒരു പരാമർശമായിരുന്നില്ല. അതായത് ഹൈക്കോടതിയിലെ നമ്മളൊരു കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് വരുന്നത് അഡ്മിഷൻ സ്റ്റേജിലാണ്. അപ്പോൾ നിങ്ങൾ ഒരു വ്യക്തിക്കെതിരെയാണ്, ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഇതൊരു കേസ് ഫയൽ ചെയ്യണമെങ്കിൽ അപ്പോൾ തന്നെ ഒരു നോട്ടീസ് ഓർഡർ ചെയ്യും. പക്ഷേ സർക്കാരിനെതിരെ കേസ് കൊടുക്കുന്ന സമയത്ത് അവിടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഈസ് ആൾറെഡി റെഡി. അപ്പോൾ അവർക്കൊരു കോപ്പി കൊടുത്തതിന് ശേഷമായിരിക്കും ഇത് അഡ്മിഷന് വരുന്നത്. അപ്പോ അഡ്മിഷന് വരുന്ന ഇപ്പോൾ വഖഫ് സംരക്ഷണ വേദിയുടെ വക്കീലൊരു വാദം നടത്തും. അത് മാത്രമേ ജഡ്ജി കേൾക്കുന്നുള്ളൂ. അദ്ദേഹം കേസിലേക്ക് പോയിട്ടില്ല. അതിന്റെ മെറിറ്റ് എന്താണോ ഡിമെറിറ്റ് എന്താണോ ഒന്നും അറിയില്ല. അപ്പൊ ഇത് കേട്ടതിന് ശേഷം അദ്ദേഹം കുറെ സംശയങ്ങൾ ചോദിക്കുകയാണ്. ആരോട്? സർക്കാർ വക്കീലിനോട്.
സർക്കാർ വക്കീലിന് അപ്പോൾ ഈ കേസിനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. അറിയണമെങ്കിൽ അത് കൺസേൺ ഡിപ്പാർട്ട്മെന്റിൽ ഇതിന്റെ കോപ്പി അയച്ചു കൊടുത്ത് അവിടുന്ന് റിട്ടൺ സ്റ്റേറ്റ്മെന്റ് വാങ്ങി പഠിച്ചതിന് ശേഷം മാത്രമേ ഇത് എന്താണ് വിഷയമെന്ന് ആ വക്കീലിന് പോലും അറിയാൻ പറ്റൂ. അപ്പോ ബെച്ചു കുര്യൻ തോമസിന് സാറിന് തോന്നിയ കുറെ സംശയങ്ങൾ അദ്ദേഹം ഗവൺമെന്റ് പ്രിൻസിപ്പലോട് ചോദിച്ചു. അതിനെയാണ് വഖഫ് സംരക്ഷണ വേദി വന്നിട്ട് ഹൈക്കോടതിയുടെ പരാമർശമെന്നും ഹൈക്കോടതിയുടെ ഉത്തരവെന്നും പറഞ്ഞിട്ട് ലോകം മുഴുക്കെ എത്തിച്ചു. ഇനി ഞാൻ പറയുന്നു 100% ആ കേസ് തള്ളിപ്പോവും. ഇപ്പോ ജോർജ് പുന്നപ്ര സാർ ഇപ്പോ മുനമ്പംകാർക്ക് വേണ്ടി ഹാജരായിട്ടുണ്ട്. 1% പോലും വഖഫ് സംരക്ഷണ വേദി ആ കേസ് ജയിക്കാൻ പോകുന്നില്ല. ബിച്ചു കുര്യൻ തോമസ് സാർ ഇത്രയും പരാമർശം നടത്തി നിങ്ങൾ പറഞ്ഞു, പക്ഷെ ആ കേസ് അടിമുടി അവർ തോറ്റു പോവുകയാണ്. പിന്നെ എനിക്ക് മുനമ്പംകാരോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം നിങ്ങളിൽ വിശ്വസിക്കാൻ പഠിക്കുക. ഓക്കെ, ഇപ്പോ നിങ്ങളുടെ പ്രശ്നത്തിനൊരു പരിഹാരം ഈ വരാൻ പോകുന്ന അമെൻമെന്റിലൂടെ ഉണ്ടാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ, അങ്ങനെ വരട്ടെ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള അടുത്ത പരിഹാര മാർഗം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമപരമായ പരിഹാരം. അതിനുവേണ്ടി നിങ്ങൾ എത്രയും പെട്ടെന്ന് ട്രൈബ്യൂണലിനെ സമീപിക്കുക. അതല്ലാതെ നിങ്ങൾ വിചാരിക്കുകയാണ് ഇന്ന രാഷ്ട്രീയക്കാരൻ ഞങ്ങളെ സഹായിക്കും, അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയക്കാരൻ സഹായിക്കും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സഹായിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അഥവാ ഈ വഖഫ് ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി അവർ നിങ്ങളെ സഹായിച്ചു എന്ന് വയ്ക്കുക. നിങ്ങൾ കുറെ കാര്യങ്ങൾ വഖഫ് സംരക്ഷണ വേദിയിൽ നിന്ന് പഠിക്കാൻ. അങ്ങനെ എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് ആർക്കെങ്കിലും നൽകിയാൽ വെരി നെക്സ്റ്റ് ഡേ ഈ പറഞ്ഞതുപോലെ അവർക്കറിയാം എന്താണ് ചെയ്യുന്നത്. അത് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടും. അപ്പോ ഈ ഉള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ രീതിക്കുമുള്ള പരിഹാരങ്ങൾ നിങ്ങൾ തേടണം. അതിന് നിങ്ങൾ വഖഫ് സമിതിയെ കൂടി കണ്ട് പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്വപ്നം കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതുകൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ കൂടെ എന്തായാലും ഇതിന്റെ അവസാന വിജയം എനിക്ക് അഷ്വർ ചെയ്യാൻ പറ്റും. ഇത് മുനമ്പംകാരോടൊപ്പമാണ്. ഒരുപക്ഷെ നാളെ ഇതിന് പരിഹാരം വേണമെന്ന് പറഞ്ഞാൽ പരിഹാരമില്ല, ഒരുപക്ഷെ കുറച്ച് താമസിച്ചു എന്ന് വരും. പക്ഷെ 100% പരിഹാരം അവർ കിട്ടും. പക്ഷെ അതിനു വേണ്ടിയിട്ട് അവർ എത്രയും പെട്ടെന്ന് വഖഫ് ട്രിബ്യൂണലിൽ സമീപിക്കേണ്ടതാണ്. അത് ചെയ്യാതെ തന്നെ വഖഫ് ട്രിബ്യൂണൽ ഇതൊരു വഖഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ ഒരിടത്തും പോകാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് മനസ്സിലാക്കണം. ഒരു പാർട്ടിയും ഈ മുസ്ലിം വോട്ട് ബാങ്കിനെ അവഗണിച്ചുകൊണ്ട് ഇവരെ സഹായിക്കാൻ പോണില്ല എന്നുള്ള ഒരു സത്യം കൂടി ഇവർ മനസ്സിലാക്കി ബുദ്ധിപരമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ആ ജനതയോട് അഭ്യർത്ഥിക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തിലെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് രാഷ്ട്രീയക്കാർ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, മുനമ്പം വിഷയം മാത്രമല്ല, മുനമ്പത്തോട് അനുബന്ധമായിട്ടുള്ള എല്ലാ വിഷയത്തിലും രാഷ്ട്രീയക്കാരിൽ കുറച്ച് കാലങ്ങളായിട്ട് സ്വീകരിക്കുന്ന, അത് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും രാഷ്ട്രീയക്കാർ കുറച്ച് കാലങ്ങളായിട്ട് സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് ഒരു പ്രത്യേക ചായ്വ് വളരെ വ്യക്തമാണ്. ഈ ചായ്വുമായി നിങ്ങൾക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്. കേരളത്തിലെ സാധാരണക്കാരായ, ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് വരെ ആ തിരിച്ചു വ്യത്യാസം മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ നാടകങ്ങൾ മുഴുവൻ നാടകങ്ങളാണ് എന്ന് വളരെ കൃത്യമായും വളരെ വ്യക്തമായും ജനങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നു. ഈ ഡിജിറ്റൽ യുഗത്തിന്റെ കാലഘട്ടത്തിൽ എല്ലാവരും മനസ്സിലാക്കുന്നു. അപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകൾ ഒരു പ്രത്യേക വോട്ട് ബാങ്കിന് അനുകൂലമായി, ആ വോട്ട് ബാങ്കിന്റെ കയ്യിലിരിപ്പാണ് ഇതിനുള്ളിലെ ഏറ്റവും പ്രധാന വിഷയം. നിങ്ങളൊരു വോട്ട് ബാങ്കിനോട് ചേർന്ന് നിൽക്കുന്നതല്ല, വോട്ട് ബാങ്കിന്റെ, നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന വോട്ട് ബാങ്കിന്റെ കയ്യിലിരിപ്പ് എന്താണ് എന്നുള്ളത് ആണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന പ്രശ്നം. ആ കയ്യിലിരിപ്പ് നിങ്ങളെ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ചതിക്കുഴികളിലേക്ക് കൊണ്ടുപോകുവാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. അത് വളരെ വ്യക്തമാണ്, ആരും പറയുന്നതല്ല. ഈ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളിൽ നിന്നും പ്രതികരണങ്ങളിൽ നിന്നുമാണ് അത് വളരെ വ്യക്തമായിട്ടുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകണം. ഇതുപോലെ കയ്യിലിരിപ്പുള്ളവരെ കൂടെ കൂട്ടി അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി, ഒന്നല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ പറഞ്ഞു കൊടുക്കാനുള്ള മര്യാദ കാണിക്കണം. അവരുടെ തെറ്റുകൾക്ക് കൂടെ നിന്ന് പാവപ്പെട്ടവനെയും മറ്റുള്ള വിഭാഗങ്ങളെയും ഉപദ്രവിക്കുന്ന പ്രവണത ഒഴിവാക്കേണ്ടത് തന്നെയാണ്. അത് കേരള സമൂഹത്തിന്, പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സെക്കുലറിസത്തെ കുറിച്ച് വാചാലമാകുന്ന കേരള സമൂഹത്തിന്, സാംസ്കാരികമെന്നും വിദ്യാഭ്യാസപരമെന്നും ഒക്കെ ഉയർന്നു നിൽക്കുന്നു എന്ന് പറയുന്ന കേരളത്തിന്റെ സമൂഹത്തിന് എത്രത്തോളം ഗുണകരമാകും എന്നുള്ളതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ്. ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.